ഇറാൻ ഇസ്രയേൽ US യുദ്ധം ഇന്ന് 4-ാം ദിവസമാണ് രാജഗോപാൽ സാർ. പക്ഷെ ഈ യുദ്ധം നമ്മളെയൊക്കെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്നുണ്ടോ? നമ്മൾ ഈ ചാനലുകളിൽ ഇരുന്ന് നമ്മൾ വാർത്തകൾ നൽകുന്നു, പരസ്പരം യുദ്ധത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു എന്നതിനപ്പുറത്തേക്കൊക്കെ കേരളത്തിൽ മറ്റാരെങ്കിലും ഈ യുദ്ധം ബാധിക്കുന്നുണ്ടാവുമോ എന്നൊരു ചോദ്യമുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു കേട്ട വാർത്ത ശരിയാണെങ്കിൽ കൊച്ചിയിൽ ഉൾപ്പെടെ ഒട്ടനവധി മീനുകളും പച്ചക്കറികളും ഒക്കെ കെട്ടിക്കിടക്കുന്നുണ്ട്. അതായത് ഫ്രഷ് മീനുകൾ, ചൂര ഉൾപ്പെടെയുള്ള നമ്മൾ ഡെയിലി ലൈഫിൽ കഴിക്കുന്ന സാധാരണ മീനുകളൊക്കെ കെട്ടിക്കിടക്കുന്നു. എങ്ങോട്ടും കയറ്റി അയക്കാൻ സാധിക്കുന്നില്ല എന്നാണ്. അതിന് കാരണം യുദ്ധമാണ്. വൻകിട വ്യാപാരക്കാരെ അല്ലെങ്കിൽ വ്യാപാരം നടത്തുന്നവരെ, ബിസിനസ്സുകാരെ മാത്രമല്ല, അല്ലെങ്കിൽ ഗോൾഡ് റേറ്റ്, പെട്രോളിയം, ഡീസൽ ഇത്തരം വിലകളെ മാത്രമല്ല, സാധാരണക്കാരെ, ചെറുകിട വ്യാപാരികളെ പോലും യുദ്ധം ബാധിച്ചിരിക്കുന്നു എന്ന് വേണ്ടേ കരുതാം. തീർച്ചയായിട്ടും ഈ യുദ്ധം അമേരിക്കയും ഇസ്രായേലും ഇറാനെതിരെ നടത്തുന്ന യുദ്ധം, അല്ലെങ്കിൽ ഇറാൻ തിരിച്ചടിക്കുന്ന യുദ്ധം, ഈ യുദ്ധം പ്രത്യക്ഷത്തിൽ ബാധിച്ചിരിക്കുന്ന രാജ്യങ്ങളെ തന്നെയാണ്. പ്രത്യേകിച്ച് GCC രാഷ്ട്രങ്ങളെ അടക്കം ബാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ UAE അടക്കമുള്ള രാജ്യങ്ങളെയും ബാധിച്ചിട്ടുണ്ട്. അതാണ് അതിന്റെ സമ്പദ് വ്യവസ്ഥകളെ തകിടം മറിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ലത്. അതാണല്ലോ നേരത്തെ അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞത് 4 ദിവസം കൊണ്ട് തീരുമെന്നാണ് പറഞ്ഞത്. മണിക്കൂർ വെച്ചിട്ടാണെന്ന് പറഞ്ഞത്. 4 ദിവസം കൊണ്ട് യുദ്ധം അവസാനിക്കുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പോഴെന്താന്ന് കാണുന്നത്, 4 ദിവസമല്ല, ഇപ്പൊ അദ്ദേഹം തന്നെ കൊടുത്തിരിക്കുന്ന സമയം, ഇന്ന് രാവിലെ കൊടുത്തിരിക്കുന്ന സമയം ഒരു മാസം വരെ യുദ്ധം നീണ്ടു നിന്നേക്കുമെന്നാണ്. കാരണം ഇറാനെ വിലയിരുത്തുന്നതിൽ അവർക്ക് വന്ന പരാജയമാണെന്ന് തോന്നുന്നു. ഇറാന്റെ സൈനിക ശക്തിയെ, അവരുടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മിസൈൽ, ബാലിസ്റ്റിക്, അവരുടെ ഡ്രോൺ ശക്തിയെ നിരീക്ഷിക്കുന്നതില് അല്ലെങ്കിൽ വിലയിരുത്തുന്നതിൽ അമേരിക്കയ്ക്ക് പെന്റഗണ് നേരിട്ടിട്ടുള്ള പരാജയം, ഒരുപക്ഷെ അല്ലെങ്കിൽ മൊസാദിന്, ഇസ്രായേലിന്റെ ചാരസംഘടനയായ മൊസാദിന് നേരിട്ടുള്ള പരാജയമാണെന്നാണ് തോന്നുന്നത്. കണ്ടില്ലേ, ഒരടിക്ക് മറ്റ് തിരിച്ചടിയാണ്. ആ സെക്കൻഡിൽ തന്നെ തിരിച്ചടി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ UAE-യിൽപ്പെട്ട രാജ്യങ്ങളുടെ നോക്കുക, സമീപത്ത് കിടക്കുന്ന രാജ്യങ്ങളെല്ലാം ഭീതിയിലും ആശങ്കയിലുമാണ്. അവിടെ ജീവഹാനി സംഭവിക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ, മരണം സംഭവിക്കുന്നില്ല. പക്ഷേ അമേരിക്കൻ സൈനിക താവളങ്ങളാണ്. ഇതെല്ലാം അമേരിക്കയുടെ കുടക്കീഴിലാണ് നിൽക്കുന്നത്. എല്ലാ രാജ്യങ്ങളും അമേരിക്കൻ കുടക്കീഴിൽ നിൽക്കുന്നതാണ്. അമേരിക്കയുടെ സംരക്ഷണം കിട്ടുമെന്ന് കരുതി ജീവിച്ചു പോകുന്ന രാജ്യങ്ങളാണ്. പക്ഷെ അവർക്കൊക്കെയാണ് അടികൊള്ളുന്നത്, അല്ലെ? അവിടെ ഇപ്പൊ തന്നെ അരാംകോ എണ്ണ കമ്പനി, സൗദി അറേബ്യയുടെ ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ കമ്പനിയാണ് അരാംകോ. എത്രയോ 10,000-കണക്കിന് തൊഴിലാളികൾക്കൊക്കെ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ജോലി കിട്ടുന്ന കമ്പനിയാണത്. അതുവരെ അടയ്ക്കേണ്ടി വന്നു. അതിലേക്ക് വരെ മിസൈൽ ആക്രമണം നടന്നിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഗൾഫിന്റെ സാമ്പത്തിക ശക്തിയെ മുഴുവൻ തകർത്തെറിയുകയാണ് യുദ്ധം എന്ന് പറയുന്നത്. മരണം സംഭവിക്കുന്നില്ല, അത് സത്യമാണ്. മരണത്തിന് എണ്ണത്തിനകത്തിൽ കുറവുണ്ടാകാവുന്നതേ ഉള്ളൂ. പക്ഷെ സാമ്പത്തികമായിട്ട് തകർന്ന് തരിപ്പണമാക്കുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയെങ്കിലും ഒരു സമാധാനം ഉണ്ടാക്കിയില്ലെങ്കിൽ വരാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ വളരെ വളരെ ഗുരുതരമായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. മുമ്പേ നീതു ചോദിച്ചൊരു ചോദ്യം, ഇത് കേരളത്തിന്റെ സാമ്പത്തിക ശക്തിനെ എങ്ങനെ ബാധിക്കുമെന്നുള്ളത് വളരെ നമ്മൾ പറഞ്ഞിട്ട്, പ്രത്യക്ഷത്തിൽ നമുക്കിപ്പോ ഒന്നും കാണാൻ സാധിക്കുന്നില്ല. പക്ഷെ ഒരാഴ്ച നീണ്ടു നിന്നാൽ, 10 ദിവസം നീണ്ടു നിന്നാൽ നമുക്കറിയാൻ പറ്റും എന്താണെന്നുള്ളത്. ഇപ്പൊ ഇന്നലെ കൊച്ചിയിൽ നിന്നും അതേപോലെ മറ്റു തുറമുഖങ്ങളുടെ സ്ഥാനത്തു നിന്നും വരുന്ന വാർത്തകൾ വളരെ ഞെട്ടിക്കുന്നതാണ്. അവിടെ ടൺ കണക്കിനാണ് പഴങ്ങളും പച്ചക്കറികളും വിമാനത്താവളത്തിൽ കാർഗോയിൽ കെട്ടിക്കിടക്കുകയാണെന്നാണ് പറയുന്നത്. ഒരു ദിവസം ഏതാണ്ട് 100 മുതൽ 200 ടൺ വരെ കയറ്റി പോകുന്നതാണ് പഴങ്ങളും പച്ചക്കറികളും. അത് കേരളത്തിൽ നിന്ന് മാത്രമല്ല, തൊട്ടടുത്ത സംസ്ഥാനങ്ങളിൽ, തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നൊക്കെ സംഭരിക്കുന്ന പച്ചക്കറികളും പഴങ്ങളുമാണ്. ഇതൊക്കെ ടൺ കണക്കിന് കിടക്കുകയാണ്. ഇതൊക്കെ കിടന്നിടത്ത അവസ്ഥ എന്താണ്? ഒരു ദിവസം 2 ദിവസമൊക്കെ നമുക്കത് പ്രത്യക്ഷമായിട്ട് അവിടെ സൂക്ഷിക്കാൻ പറ്റുമെന്നായിരിക്കും. പക്ഷെ അത് ആഴ്ചകളോളം നീണ്ടാൽ എന്ത് സംഭവിക്കും? ഇതെവിടെ ശേഖരിക്കും? അതേപോലെ തന്നെ പുതിയ സ്റ്റോക്കുകൾ എങ്ങനെ കൊണ്ടുവരാൻ പറ്റും? വലിയ ഗുരുതരമായ പ്രശ്നമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതേപോലെ തന്നെയാണ് മറ്റൊരു പറഞ്ഞത്, മത്സ്യങ്ങളുടെ കാര്യത്തിൽ അതുപോലെ തന്നെയാണ് വരാൻ പോകുന്നത്. മത്സ്യസമ്പത്തിന്റെ കാര്യത്തിലും വലിയ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാകും. നമ്മൾ ഇവിടുന്ന് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്നത് അമേരിക്കയിലേക്കാണ്. അത് കൂടുതൽ പോകുന്നതെങ്കിൽ എക്സ്പോർട്ട് ക്വാളിറ്റി വരുന്ന ചെമ്മീനുണ്ട്. നമ്മുടെ കൊച്ചി തുറമുഖത്താണ് ഏറ്റവും നല്ല ഫ്രഷ് കിട്ടുന്ന ചെമ്മീൻ, രുചികരമായ ചെമ്മീൻ നമ്മുടെ കൊച്ചിയിൽ നിന്ന് പോകുന്ന കേരളത്തിലെ ചെമ്മീനാണ് വലിയ ഡിമാൻഡ് ഉള്ളത്. അത് കെട്ടിക്കിടക്കുകയാണ്. അതുപോലെ ട്യൂണ, ലക്ഷദ്വീപ് അടക്കമുള്ള സ്ഥലത്ത് നിന്ന് ചൂര മത്സ്യം എന്ന് പറയുന്നത്, അതൊക്കെ എക്സ്പോർട്ട് ക്വാളിറ്റീസ് ആണ്. ഏറ്റവും നമ്പർ 1 ക്വാളിറ്റി എക്സ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങളാണ്. എത്ര കോടിക്കണക്കിന് രൂപ വിദേശ നാണ്യം നമുക്ക് നേടിത്തരുന്നതാണ്. ഇതെല്ലാം എന്ത് ചെയ്യാൻ പറ്റും? എത്ര ദിവസം നമുക്കത് സംഭരിക്കാൻ പറ്റും? എങ്ങോട്ട് കയറ്റി അയക്കും? അമേരിക്കയിലേക്ക് വിടാമെന്ന് വിചാരിച്ചാൽ ഇവിടുന്ന് വിമാനം
അമേരിക്ക നമ്മൾ പറഞ്ഞില്ലേ മറ്റ് റൂട്ടുകൾ ഒഴിവാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഗൾഫ് മേഖല ഒഴിവാക്കിയാൽ അമേരിക്കയിലേക്ക് പോലും നമുക്ക് ഇത് അയക്കാൻ പറ്റുന്നില്ല. വളരെ ഗുരുതരമായ പ്രശ്നങ്ങളിലേക്കാണ് പോകുന്നത്. സാമ്പത്തിക രംഗത്ത് വലിയ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാവുന്ന തീരുമാനങ്ങളിലേക്കാണ് പോകുന്നത്. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, എണ്ണ ഇപ്പൊ തന്നെ ഹോർമസ് കടലിടുക്ക് അവിടെ അടയ്ക്കാൻ പോവുകയാണ്. കുത്തിക്കഴുത്ത് പോലെ കാണുന്ന ഒരു കടലിടുക്കാണത്. അത് ഇറാന്റെ സമ്പൂർണ്ണ നിയന്ത്രണത്തിലാണ്. അതുവഴി എങ്ങാനും ചെന്ന് കഴിഞ്ഞാൽ കപ്പലുകൾ വെടിവെച്ചിടുമെന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ഡ്രോൺ ഉപയോഗിച്ച് നിങ്ങൾ തകർത്തുകളയുമെന്നാണ് പറയുന്നത്. അത് അവരുടെ സമ്പൂർണ്ണ ആധിപത്യത്തിലാണ്. ലോകത്തിന്റെ ചരക്ക് ഗതാഗതം ഏതാണ്ട് നല്ല ശതമാനം നിയന്ത്രിക്കുന്നത് ഈ ഹോർമസ് കടലിടുക്ക് വഴിയാണ്. അതിലെ കപ്പലുകളും മറ്റും അയക്കാൻ പറ്റിയില്ല നമ്മൾ എന്ത് ചെയ്യും? ലോക രാജ്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? എണ്ണയുടെ നീക്കം, എണ്ണ ഇപ്പൊ തന്നെ ഏതാണ്ട് 100 അടുക്കാൻ പോവാന്നാണ് പറയുന്നത്. 100 തന്നെ ബാരലിന് $100 അത് വരികയാണ്. അപ്പൊ കേരളത്തിലും ഇന്ത്യയിലടക്കമുള്ള എണ്ണയുടെ വില ഇതുവരെ നമ്മളത് സ്റ്റെബിലിറ്റി ഉണ്ടായിരുന്നു, നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമായിരുന്നു ഇത്തരം കാര്യങ്ങളിൽ. പക്ഷെ ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പോകുന്നു ഒന്നും ഒരു പ്രഡിക്ഷൻ സാധ്യമല്ല. ഒരു തരത്തിൽ ഊഹിക്കാൻ സാധിക്കില്ല. 150 മുതൽ 200 വരെയൊക്കെ പെർ ലിറ്റർ പോകാമെന്നാണ് പറയുന്നത്. ആ രീതിയിലേക്കാണ് എണ്ണയുടെ ഷോർട്ടേജ് വരുന്നത്. ഇപ്പൊ നമ്മള് അതിന് പരിഹാരമായിട്ട് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കാനൊക്കെ നമ്മുടെ ഗവൺമെന്റ് ചില തീരുമാനങ്ങളുണ്ട്. നമ്മൾ അത്തരം കാര്യങ്ങളിലൊക്കെ നമ്മുടെ പ്രധാനമന്ത്രി, നമ്മുടെ സർക്കാർ മുൻകൂട്ടി കണ്ടിരുന്നു. ഇപ്പൊ നമ്മൾ അതിൽ ഇവിടുന്ന് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഇറാനിൽ നിന്നും മറ്റേ അമേരിക്കയുടെ വെനസ്വേലയുടെയും കുറച്ച് വാങ്ങിക്കാൻ നമ്മൾ തീരുമാനിച്ചിരുന്നതാണ്. ഇല്ലെങ്കിൽ നമ്മൾ റഷ്യയുടെ വാങ്ങിക്കും. അത് വേറെ കാര്യം. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ആശങ്കയില്ല. പക്ഷേ ഇത്തരം കാര്യങ്ങളെ എന്ത് ചെയ്യും? നമ്മുടെ ഈ വിഭവങ്ങളെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? പഴങ്ങളെ, പച്ചക്കറികളെ, മത്സ്യം, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും ഇത്തരം കാര്യങ്ങളിൽ? അതാണ് ഇപ്പൊ നമ്മളെ വലിയ ആശങ്കയാക്കുന്നത്. ഇതിന്റെയൊക്കെ നല്ല ശതമാനം കയറ്റുമതി ഗൾഫ് രാജ്യങ്ങളിലേക്കാണ് പോകുന്നത്. നമ്മുടെ സഹോദരങ്ങൾ അല്ലേ, ഏതാണ്ട് 85 ലക്ഷത്തോളം ആളുകളാണ് ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നത്. അതിൽ തന്നെ നല്ല ശതമാനം മലയാളികളാണ്. അവരുടെ നിത്യജീവിതത്തിന് വേണ്ട എല്ലാ സാധനം, കറിവേപ്പില, നമ്മൾ നിസ്സാരം എന്നൊക്കെ പറയാമെങ്കിലും കറിവേപ്പില പോലും ഒന്നാം തരം ക്വാളിറ്റി, ഫസ്റ്റ് ക്വാളിറ്റി കറിവേപ്പില പോലും, അതായത് വിഷമരുന്നുകൾ ചേർക്കാത്ത കറിവേപ്പില പോലും അയച്ചുകൊണ്ടിരുന്നത് നമ്മുടെ നാട്ടിൽ നിന്നാണ്. നമ്മുടെ നാട്ടിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമാണ് അത് പോയിക്കൊണ്ടിരുന്നത്. അതിന് പോലും നമുക്ക് മുന്നോട്ട് അയക്കാൻ വയ്യാത്ത സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതെല്ലാം കൂടെ കെട്ടിക്കിടന്നാൽ എന്ത് ചെയ്യും? എത്ര ദിവസം നമ്മളിത് സംഭരിക്കും? എത്ര ദിവസം ചീഞ്ഞു പോകുന്ന വസ്തുക്കളാണ്, എല്ലാം ചീഞ്ഞു പോകുന്ന വസ്തുക്കളാണ് ഇതിനകത്ത്. ഒന്നിനെയും നമുക്ക് അങ്ങനെ ഫ്രീസറിൽ വെച്ചിട്ടൊന്നും സംരക്ഷിക്കാൻ കഴിയില്ല. അഥവാ സംരക്ഷിച്ചു കഴിഞ്ഞാൽ തന്നെ ഫ്രീസറിൽ അതിനകത്തൊക്കെ വലിയ കർശനമായ പരിശോധനകളും ഉണ്ടാകും. അപ്പൊ നമുക്ക് വെറുതെ മറ്റൊരു സാധനം ഡംപ് ചെയ്യുന്നത് പോലെ ഭക്ഷ്യവസ്തുക്കള് ഗൾഫ് രാജ്യങ്ങളിലും പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലും നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. വലിയ പ്രശ്നങ്ങളിലേക്ക് വരും. പണ്ട് തമിഴ്നാട്ടിൽ കേട്ടിട്ടില്ലേ? തമിഴ്നാട്ടിൽ കേട്ട തക്കാളി റോഡിലേക്ക് കർഷകർ വലിച്ചെറിയുമെന്നുള്ളത്. ₹1 പോലും കിലോയ്ക്ക് വില കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോ തക്കാളി വലിച്ചെറിഞ്ഞു, അവിടുത്തെ കർഷകർ വലിച്ചെറിഞ്ഞതായിട്ട്. പച്ചക്കറികള്, വെണ്ടയ്ക്ക, ചീര അടക്കമുള്ള, പയറടക്കമുള്ള വസ്തുക്കളൊക്കെ റോഡ് നീളെ വലിച്ചു വാരിയിടുകയാണ്. ആവശ്യമുള്ളവർക്ക് എടുത്തുകൊണ്ട് പോകാവുന്ന സ്ഥിതിയിലേക്ക് വരികയാണ്. ആ രീതിയിലേക്കാണ് നമ്മുടെ ഇത്തരത്തിലുള്ള കാർഷിക വിളകളെയും നമ്മളെ ഭക്ഷ്യ വസ്തുക്കളെ ഇത്തരത്തിലേക്ക് വില പോയി കഴിഞ്ഞാൽ, വിലയില്ലാതെ പോയി കഴിഞ്ഞാൽ, അല്ലെ കയറ്റി അയക്കാനുള്ള മാർഗമില്ലാതെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരവസ്ഥയിലേക്ക് പോകുമെന്ന് എനിക്ക് സംശയമുണ്ട്, എനിക്ക് ഭയമുണ്ട് ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം. കാരണം നമ്മൾ സാധാരണഗതിയിൽ ഇത്തരം യുദ്ധങ്ങളെ, നമ്മൾ ഗൾഫ് രാജ്യങ്ങളെ നമുക്ക് ഇതുവരെ സാധിക്കാതെ, മറ്റ് ലോകരാജ്യങ്ങളിൽ എവിടെല്ലാം യുദ്ധങ്ങൾ ഉണ്ടായാലും ഇന്ത്യയെ അങ്ങനെ പ്രത്യേകിച്ച് കേരളത്തെ, സൗത്ത് ഇന്ത്യയെ അങ്ങനെ കാര്യമായി ബാധിച്ചിരുന്നില്ല. പക്ഷെ ഇതങ്ങനെയല്ല. ഇതിന്റെ ആദ്യത്തെ 4 ദിവസങ്ങൾ വെച്ചിട്ട് നമ്മൾ യുദ്ധത്തെ വിലയിരുത്തരുത്. വളരെ വളരെ ഗുരുതരമായ സാഹചര്യങ്ങൾ ഉണ്ടാകാം, നമ്മുടെ ഒരു സാധനങ്ങൾക്കും വിലയില്ലാത്തൊരവസ്ഥയിലേക്ക് പോകും. നമ്മൾ പറഞ്ഞില്ലേ, നമ്മളെ ഇപ്പൊ ഇന്നലെ ഒരാളെ തമാശ പറയുന്നത് കേട്ടു, ഹോട്ടലിൽ കയറി കഴിഞ്ഞാൽ പേടിക്കണ്ട, ചോറ് മാത്രം ചോദിച്ചാൽ മതി, എല്ലാ കൂട്ടാനും അവിയലും തോരനും സാമ്പാറും ഒക്കെ അവർ ഫ്രീ ആയിട്ട് തരുമെന്ന്. ആ ഒരു അവസ്ഥയിലേക്ക് വരിക. പച്ചക്കറിക്ക് അങ്ങനെ വരും. അല്ലെന്നുണ്ടെങ്കിൽ ചെമ്മീൻ ഫ്രൈ ഊണിനോടൊപ്പം, ₹50 ഊണിനോടൊപ്പം 2 പ്ലേറ്റ് ചെമ്മീൻ ഫ്രൈ വേണേ ഫ്രീ ആയിട്ട് തരും. അല്ലെ ചൂര കറി ചിലപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടിയെന്നിരിക്കും. അത്തരൊരു അവസ്ഥ. അത് വളരെ തമാശയിലാണ് അയാൾ പറഞ്ഞതെങ്കിലും വളരെ ഗൗരവമായ ഒരു കാര്യമാണ് അത് കേട്ടോ. തമാശ മട്ടിലാണ് സംസാരിച്ചത്. പക്ഷേ നമ്മുടെ മേഖലകൾ നേരിടുന്ന അവസ്ഥയാണ്. അതുപോലെ സ്വർണം പിന്നെ പിടിച്ചാൽ നിൽക്കുന്ന അവസ്ഥയിലേക്കല്ല. അത് പിന്നെ അത്യാവശ്യം ആഡംബരത്തിന്റെ ഒരു വസ്തുവായതുകൊണ്ട് നമുക്ക് അതിനെ കണക്കാക്കണ്ട. ഏതാണ്ട് ഒരു പവന് 1.5 ലക്ഷം രൂപയിലേക്ക് സ്വർണം അടുക്കുമെന്നാണ് പറയുന്നത്. ഈ ഒരു 2 ആഴ്ചക്കകം 1.5 ലക്ഷം രൂപയ്ക്ക് ഒരു പവൻ സ്വർണത്തിന്റെ വിലയിലേക്ക് എത്തുമെന്ന് പറയും. അത് പിന്നെ നമുക്ക് ഒഴിവാക്കാം. അത്തരം കാര്യങ്ങളിൽ ആഡംബരം ഉള്ളവർ അത് കാണിച്ചോട്ടെ. അത്തരം കാര്യങ്ങൾ നമ്മൾ പറഞ്ഞില്ല. പക്ഷെ ഗോൾഡ് മാർക്കറ്റിലേക്ക് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് സാമ്പത്തിക രംഗത്ത് വലിയ ചലനങ്ങൾ സൃഷ്ടിക്കും. ഗോൾഡ് വാങ്ങിക്കൂട്ടുന്ന ഒരു അവസ്ഥയിലേക്ക്, ആളുകൾ സ്വർണം വാങ്ങിക്കൂട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് പോയാൽ അതും സാമ്പത്തിക രംഗത്ത് ഒരുപാട് ചലനങ്ങൾ ഉണ്ടാക്കാവുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് ഒറ്റ നോട്ടത്തില് ഈ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിക്കണമേ എന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തില് ഇന്ത്യയുണ്ട്, പ്രത്യേകിച്ച് കേരളമുണ്ട്.
നമ്മുടെ ടൂറിസം രംഗവും തകർന്നു പോകും. വിദേശ ടൂറിസ്റ്റുകൾ വന്നില്ല നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ടൂറിസം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗമാണ് ടൂറിസം എന്ന് പറയുന്നത്. ആ ഒരു അവസ്ഥയിലേക്ക് രാജ്യം എത്തിപ്പോകും. അപ്പൊ നമ്മൾ ഇപ്പൊ നമുക്ക് ടി വിയിൽ കണ്ടതിന്റെ ഒക്കെ ഒരു ആസ്വാദന തലത്തിലേക്ക് ഇരിക്കാമെന്നുള്ളതേ ഉള്ളൂ. പക്ഷെ നമ്മുടെ സാമ്പത്തിക രംഗം വലിയ കുഴപ്പത്തിലേക്ക് പോവുകയാണ്. അതിന്റെ ചില സൂചനകളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ പ്രധാനപ്പെട്ട തുറമുഖങ്ങളിലും വിമാനങ്ങൾ മുടങ്ങിയിട്ട് എത്ര ദിവസമായി? ഇപ്പൊ 4 ദിവസമായിട്ട് അന്താരാഷ്ട്ര സർവീസുകളെല്ലാം മുടങ്ങി കിടക്കുകയാണ്. ഈ നഷ്ടമൊക്കെ എപ്പോ നമുക്ക് നികത്താൻ പറ്റും? വിമാന കമ്പനികൾക്ക് പ്രതിദിനം 500 കോടി രൂപയുടെ നഷ്ടമെന്നാണ് പറയുന്നത്. ഇതൊക്കെ എത്ര ദിവസം കൊണ്ട് നികത്താൻ പറ്റും? ഇപ്പം ഒരു മാസം നീണ്ടു നിന്ന് കഴിഞ്ഞാൽ എത്ര കോടിയുടെ നഷ്ടം വരും? ഈ നഷ്ടം റിക്കവർ ചെയ്യണമെങ്കിൽ എത്ര മാസം വേണ്ടി വരും? അപ്പൊ ചുരുക്കത്തില് യുദ്ധം പെട്ടെന്ന് അവസാനിച്ചില്ലെങ്കിൽ ഒരു പക്ഷെങ്കില് ഏറ്റവും കൂടുതൽ സാമ്പത്തികപരമായിട്ട് തകർച്ച ഉണ്ടാകാൻ പോകുന്ന രാജ്യങ്ങളിലൊന്ന് ഇന്ത്യ ആയിരിക്കും. അതിൽ തന്നെ കേരളത്തിനെ വളരെയേറെ ബാധിക്കും. ഗൾഫ് സെക്ടർ ആയതുകൊണ്ട് കേരളത്തിന്റെ സാമ്പത്തിക രംഗത്ത് വലിയ വലിയ ദുരന്തങ്ങൾ അത് ഉണ്ടാക്കി വെക്കുമെന്നാണ് എനിക്ക് ഇക്കാര്യത്തിൽ തോന്നുന്ന അഭിപ്രായം. യെസ്, എന്തായാലും നമ്മൾ ഈ ടിവിയിലോ അല്ലെങ്കിൽ വാർത്തകളിലോ മാത്രം കാണുന്ന രീതിയിലേക്ക് യുദ്ധം മാറുന്നില്ല. യുദ്ധം പതിയെ നമ്മൾക്കിടയിലേക്ക് കൂടി കടന്നു വരുന്നു, നമ്മളെ കൂടി പിടിനിർത്തുന്നു എന്നുള്ളതാണ്. പലതരത്തിൽ ചെറുകിട വ്യാപാരികളെ പോലും ഈ രീതിയിൽ യുദ്ധം ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു. കെട്ടിക്കിടക്കുന്ന ഇത്തരം പച്ചക്കറികളും മത്സ്യം ഉൾപ്പെടെയുള്ളവയും ഏത് രീതിയിലേക്കാണ് കയറ്റുമതി ചെയ്യാൻ സാധിക്കുക, ഏത് രീതിയിൽ അത് വിൽപ്പന നടത്താൻ സാധിക്കും, എന്താണ് അതിന്റെയൊക്കെ ഒരു സാധ്യത എന്നുള്ളതൊക്കെ അന്വേഷിക്കേണ്ടതുണ്ട്, അറിയേണ്ടതുണ്ട്. ഈ രീതിയിൽ ഇത്തരത്തിൽ ചെറുകിട വ്യാപാരികളെ സഹായിക്കാൻ സർക്കാരും കൂടുതൽ ഊർജിതമാകണം എന്നുള്ളതാണ്. വ്യക്തമാണ്. താങ്ക് യു രാജഗോപാൽ സർ.